ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു വഞ്ചിക്കഥയായിട്ടാണ് കേട്ടോ. നമ്മുടെ വഞ്ചിക്കഥയുടെ കഥാപാത്രങ്ങളായ അമ്മാമ്മയും പേരക്കുട്ടീൻ്റെ ഇരിക്കണം. ഒന്നും പറയണ്ട, ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ മോൻ വഞ്ചി ഇറക്കണത്. ആദ്യമായിട്ടല്ല, സോറി, അവൻ്റെ അച്ഛൻ വന്ന സമയത്ത്, ലീവിന് വന്ന സമയത്ത് അച്ഛൻ്റെ ഒപ്പമാണ് ആദ്യമായിട്ട് വഞ്ചി ഇറക്കണത്. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് എൻ്റെ മോനിങ്ങനെ വഞ്ചി ഇറക്കണത്. അങ്ങനെ അമ്മാമ്മയും മോനും കുറച്ച് വഞ്ചികളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഇറക്കിയിട്ട് വിടണം. അപ്പം എൻ്റെ മോൻ റെഡിയാണ്, എല്ലാത്തിനും റെഡിയാണ്. വെള്ളം എന്ന് പറയണത് അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൻ അതിലൊന്ന് അതിൻ്റെ ഒപ്പം തന്നെ കൈയിട്ട് ഇളക്കിയാലോ എന്നുള്ളതും ഉണ്ട് വെള്ളത്തിൽ. അപ്പോൾ അത് സമ്മതിക്കാറില്ല ഞങ്ങൾ. വേറെ ഒന്നും കൊണ്ടല്ല, മുന്നേളല്ലേ, ഇപ്പോൾ വയ്യായൊക്കെ വരണ്ടെന്ന് വിചാരിച്ച് അവനെ വെള്ളത്തിലൊന്നും അങ്ങനെ ഇറക്കി അങ്ങനെ കൊണ്ടുപോകാറില്ല. പിന്നെ ഇവിടെ എന്ന് പറയണത് ഇതുപോലെ മഴ പെയ്തിട്ടുള്ള വെള്ളം ഇങ്ങനെ ഇപ്പം നിൽക്കണുള്ളൂ. പക്ഷെ മുന്നേ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ചുള്ളൂ പുഴ. അപ്പോൾ 2018 പ്രളയത്തിലൊക്കെ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഹെഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നന്നായി വെള്ളം കയറിയിരുന്നു ഞങ്ങളുടെ ഏരിയയിലൊക്കെ. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് കുറച്ച് നാൾ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ആയിരുന്നു നിന്നിരുന്നത്. കാരണം നമുക്ക് നമ്മുടെ സ്വന്തക്കാരെ വീട്ടിലാണെങ്കിലും ഈ അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാമ്പിലായിരുന്നു കേട്ടോ നിന്നിരുന്നത്. ഞങ്ങൾ ആഗസ്റ്റ് 15 പോയിട്ട് ഓണം കൂടി അവിടെ കഴിഞ്ഞില്ല, ഓണത്തിൻ്റെ ടൈമിലാണ് വന്നത്. വിഷയം മാറിപ്പോയി, വഞ്ചിക്കഥയായിരുന്നു. ഞാൻ 2018 പോയി. കാരണം അത് ആർക്കും മറക്കാൻ പറ്റാത്തൊരു സംഭവമായതുകൊണ്ട് ഓർത്ത് പോയി. വെള്ളം ഇങ്ങനെ കാണുമ്പോഴേ ആദ്യമൊക്കെ ഇതുപോലെ ഞങ്ങൾ സന്തോഷിച്ചു മുറ്റത്ത് വെള്ളം വന്നപ്പോൾ. പക്ഷേ അതിന് ശേഷം ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഡ്രസ്സ് കാര്യങ്ങൾ അതിനൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം വീട്ടിലായിരുന്നല്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സുകളില്ല, ഒന്നുമില്ല. മറക്കാൻ പറ്റില്ല കേട്ടോ അതൊന്നും. സോറി, വഞ്ചിക്കഥ മാറി പ്രളയക്കഥയായി. എന്തായാലും ഒരിക്കലും മറക്കില്ല അനുഭവം. ഇനി ഒരിക്കലും കേരളത്തിൽ നിന്നല്ല, ആർക്കും എവിടെയും ഇതുപോലത്തെ അവസ്ഥ വരരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.